ഹായ് എവരിവൺ, എൻ്റെ പേര് ജിഷ്ണു. എൻ്റെ വീട് നെയ്യാറ്റിൻകരയിൽ പഴയകട എന്ന് പറയുന്ന സ്ഥലത്താണ്. ഞാൻ എൻ്റെ ബിടെക് PRS എഞ്ചിനീയറിംഗ് കോളേജിൽ 2014-18 കംപ്ലീറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ 2018-20 എൻ്റെ MTech എടുത്തായിരുന്നു. അത് ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് ആയിരുന്നു സ്പെഷ്യലൈസേഷൻ. ഞാനിപ്പോൾ കറൻ്റ്ലി LSTDയിൽ ഫസ്റ്റ് ഗ്രേഡ് ഓവർസിയറായിട്ട് വർക്ക് ചെയ്യുക. ഇതിന് തൊട്ട് മുമ്പ് ഞാനൊരു 2 years PWDയിൽ തേർഡ് ഗ്രേഡ് ഓവർസിയറായിട്ട് വർക്ക് ചെയ്തിരുന്നു. ഞാൻ ഓൾമോസ്റ്റ് എൻ്റെ ഒരു കണക്കൂട്ടലൊരു 18 റാങ്ക് ലിസ്റ്റിൽ ഇൻക്ലൂഡഡ് ആണ്. അതിൽ ഒരു 8ഓളം ജോബ് എനിക്ക് കിട്ടാൻ സാധ്യതയുള്ളതും കിട്ടിയതുമായിട്ട് കണക്കൂട്ടുമ്പോൾ ഒരു 8ഓളം ജോബിൽ ഞാൻ ഇൻക്ലൂഡഡ് ആണ്. അതിൽ ഞാനിപ്പോൾ ഉടനെ തന്നെ എനിക്ക് PWD ബാർ ഇറിഗേഷൻ ഫസ്റ്റ് ഗ്രേഡ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതാണ് ഇപ്പോഴത്തെ എൻ്റെ കറണ്ട് സിനാരിയോ. ഞാൻ പിന്നെ സിവിലിയൻസ് എന്നുള്ളൊരു ഇൻസ്റ്റിറ്റ്യൂഷനെ പറ്റി അറിയുന്നത് എൻ്റെ ക്ലാസ്മേറ്റ്, അതായത് എൻ്റെ MTechലെ ക്ലാസ്മേറ്റായ ആര്യ KR വഴിയാണ് അറിയുന്നത്. ആര്യ KR ഇവിടെ പണ്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പോൾ പുള്ളിക്കാരി പറഞ്ഞു, സിവിലിയൻസ് എന്നൊരു ഇൻസ്റ്റിറ്റ്യൂഷനുണ്ട്, നീ എന്തായാലും കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നതല്ലേ, ഒന്ന് ജസ്റ്റ് പോയി നോക്ക്, ഒരു 2 days പോവ്, ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നീ കണ്ടിന്യൂ ചെയ്യും, അല്ലെങ്കിൽ നിൻ്റെ ഇഷ്ടം പ്രകാരം നീ തീരുമാനം എടുത്തോന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. ഞാനിങ്ങനെ എനിക്കിപ്പോഴും ആ ഒരു ഫസ്റ്റ് ഡേ ഓർമ്മയുണ്ട്. അപ്പോൾ അങ്ങനെ ഫസ്റ്റ് ഡേ ഇവിടെ വന്നു, കുഴപ്പമില്ല, കൊള്ളാം, ഞാൻ എനിക്ക് ചെറിയൊരു ഇൻട്രസ്റ്റ് കിട്ടി. അപ്പോൾ അങ്ങനെ അടുത്ത 2ാമത്തെ ദിവസം കൂടെ വന്നപ്പോഴേക്കും ഓക്കെ, ഈ ഒരു പ്ലാറ്റ്ഫോം എനിക്ക് എന്താ പറയുക, എൻ്റെ സ്കിൽസും എൻ്റെ നോളജും എനിക്ക് കോമ്പറ്റേറ്റീവ് എക്സാംസിൽ എനിക്കിത് ക്രാക്ക് ചെയ്യാൻ പറ്റുമെന്നൊരു വിശ്വാസം, കോൺഫിഡൻസ് സിവിലിയൻസിൽ നിന്ന് കിട്ടി. അപ്പോൾ ഞാൻ കണ്ടിന്യൂ ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ പതുക്കെ ഈവനിങ് ബാച്ചിലാണ് ഞാൻ ജോയിൻ ചെയ്തത്. ഞാൻ MTech 2018-20 പഠിച്ചുകൊണ്ടിരുന്നത്. അതിന് പാരലായിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. 2018 സമയത്ത് തന്നെയാണെന്ന് തോന്നുന്നു ഞാൻ ഇവിടെയും ജോയിൻ ചെയ്തത്. ആ സമയത്ത് ജോയിൻ ചെയ്ത് നല്ല രീതിയിലുള്ള ക്ലാസ്സസ് ഇവിടുത്തെ മെൻറ്റേഴ്സ് തന്നു. ജിതിൻ സാർ, അഞ്ജന മിസ്, സുധീഷ് സാറ്, ഗോകുൽ സാറ്, ആനന്ദ് സാറ്, അങ്ങനെ ഒരുപാട് പേര്. അതായത് ഇവിടുത്തെ നമ്മുടെ ഇതെന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു വീക്ക് പോയിന്റ് നമ്മൾ ഇവിടുത്തെ ഫാക്കൽറ്റീസ് തോന്നിക്കഴിഞ്ഞ് ജസ്റ്റ് ഇവിടുത്തെ പറഞ്ഞു കഴിഞ്ഞാൽ അത് അപ്പോൾ തന്നെ ക്ലിയർ ചെയ്യും. അത് പോരായ്മയെന്ന് പറയാനായിട്ടില്ല. ചെറിയൊരിതാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒരു പോയിന്റ് മനസ്സിലായില്ല, അതവർ നമുക്ക് മനസ്സിലാക്കി തരാനുള്ള ആ ഒരു മൈൻഡ് സെറ്റ് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത് തന്നെയാണ്. പിന്നെ നിങ്ങൾക്കറിയാം, 2025 എന്ന് പറയുന്നത് ഒരുപാട് സിവിൽ റിലേറ്റഡ് PSC ജോബ്സ് വരുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ നിങ്ങളുടെ കുറച്ച് ടൈമും കാര്യങ്ങളും ഒന്ന് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങളുടെ ടൈം മാത്രം പോരാ, നിങ്ങളുടെ ഒരു എഫേർട്ടും കൂടെ ഒന്ന് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാനും ഒരു ഗവൺമെൻറ് ടാഗ് അണിയാനുള്ളൊരു ഭാഗ്യം കൂടെ ലഭിക്കും. പിന്നെ എനിക്കൊരു ഗവൺമെൻറ് ജോബ് സെക്യൂർ ചെയ്യാൻ സാധിച്ചത് എൻ്റെ ഒരു എഫേർട്ട്, സിവിലിയൻസ് പോലുള്ളൊരു പ്ലാറ്റ്ഫോമിൻ്റെ ഒരു എഫേർട്ട്, അതോടൊപ്പം എൻ്റെ വീട്ടുകാരുടെ ഒരു എഫേർട്ട്, നമ്മളെല്ലാം ഒന്നിച്ച് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ മുന്നേറാനും ഉടനെ തന്നെ ഒരു ഗവൺമെൻറ് ജോബ് സെക്യൂർ ചെയ്യാനും സാധിക്കും. പിന്നെ എല്ലാവർക്കും എൻ്റെ വക ഒരു ഓൾ ദ ബെസ്റ്റ്. Start your preparations for engineering competitive exams from top educators. Learn from the best.